ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ പോകാൻ വേണ്ടിയിട്ട്, അതായത് ഭയങ്കര വലിയ ട്രിപ്പൊന്നുമല്ല, ജസ്റ്റ് വർക്കല വരെ പോയിട്ട് നമ്മൾ ഒരു എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പം ജസ്റ്റ് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാം, ഇനി പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോലെ ജസ്റ്റ് ഒന്ന് ചില്ലായിട്ട് കാലൊക്കെ നനച്ച് ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പം പോകുന്ന വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ ഓൾറെഡി ലേറ്റായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് വിചാരിച്ചതിലും ലേറ്റായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഒരു ട്രിപ്പ് പോകണം എന്നുള്ളത്. 1-2 ദിവസം അങ്ങനെ വലിയ ട്രിപ്പുകളൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പം വീട്ടിലെല്ലാവരുമായിട്ട് വരണമെങ്കിൽ ഒറ്റ ദിവസമേ മാക്സിമം പറ്റത്തുള്ളൂ. എല്ലാവർക്കും പല പല കാര്യങ്ങളാണുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ദിവസമെങ്കിലും ജസ്റ്റ് ഒന്ന് മൈൻഡൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. കുറേ നാളായിട്ടോ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ഇപ്പോഴാണ് നടന്നത്. അപ്പം നമ്മൾ കയറി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മൾ തണ്ണിമത്തനെടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു കത്തിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം മാങ്ങ മേടിച്ചു. എല്ലാവർക്കും മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അത് കണ്ടപ്പോൾ അത് മേടിച്ച് നമ്മൾ ചെത്തി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 4 പേര്, ഞാൻ, വാപ്പച്ചി, ഉമ്മച്ചി, പിന്നെ എൻ്റെ ബ്രദറ്, പിന്നെ മാമി, മാമ, നമ്മൾ ഇത്രയും പേര് ഓട്ടോയിലാണേ പോയത്. ഈ ഒരു വലിയൊരു ആട്ടോ ഉണ്ടല്ലോ, 8 പേർക്ക് പോകാൻ പറ്റും. അപ്പോൾ ഫാമിലി ഫുള്ളായിട്ടൊരു ട്രിപ്പ് പോകണം എന്നായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കുറേ പേരെയൊക്കെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് നമ്മൾ പോയ ദിവസം പറ്റത്തില്ല, നമുക്കത് കഴിഞ്ഞിട്ടും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെ ഒരു ദിവസം പോവും, നമ്മൾ ഇപ്പം പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് മാസത്തിൽ പോയില്ലെങ്കിൽ ജൂൺ മാസത്തിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം നല്ല മഴയായിരിക്കും. നല്ല കാറ്റുണ്ട്, ചൂട് കുഴപ്പമില്ല. ഒരാളവിടെ കുപ്പിയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഗായ്സ്, അമേസിങ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഫസ്റ്റ് തന്നെ കാപ്പിൽ ബീച്ചിലാണ് കേട്ടോ. നമ്മളീ പോയ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, കാപ്പിൽ ബീച്ചിൻ്റെ അടുത്ത് തന്നെയായിട്ട്. അപ്പോൾ അവിടെ പോകാനായിട്ടാണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അവിടെ പോകാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനും ഉമ്മച്ചി പ്രതിഷേധത്തിലാണ്. കടലിൽ ഇറങ്ങാൻ നമ്മളെ സമ്മതിക്കുന്നില്ല. എന്താണ് ഉമ്മച്ചിക്ക് പറയാനുള്ളത്? സമ്മതിക്കുന്നില്ല, ഇറങ്ങണമെന്നുണ്ട്, നനയും. നമ്മളിനി അടുത്തത് പേടിയാ. ഈ ഒരു പ്ലേസിനെ പറ്റി പറയാനാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് ജസ്റ്റ് ഒരു 1 ഡേ വിസിറ്റിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കാപ്പിൽ ബീച്ചിൽ പോയവർ തന്നെ ചിലപ്പോൾ ഈ ഒരു ഹിഡൻ സ്പോട്ടിൽ പോയിട്ടുണ്ടായിരിക്കത്തില്ല. ഞാൻ തന്നെ ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ അതിനെ പറ്റിയിട്ടൊക്കെ അറിയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളവിടെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കല ബീച്ചിലോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കാപ്പിൽ ബീച്ചിൻ്റെ കൂടുതൽ ക്ലിപ്സും ഷോർട്സിലാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ വർക്കല ബീച്ചിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് കാപ്പിൽ ബീച്ചിൽ പോയപ്പോൾ അവിടെ ഒറ്റ മനുഷ്യരില്ല. അതേപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് വെള്ളത്തിൽ കിടന്ന് നീന്തി കളിക്കാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ വർക്കല ബീച്ച് ഭയങ്കര കടൽക്ഷോഭമൊക്കെ ആയതുകൊണ്ട്
നമ്മളെ കടലിൻ്റെ അങ്ങോട്ടേക്ക് അടുപ്പിക്കത്തില്ല സേഫ് ഗോഡ്സ്. നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ വിസിലടിച്ച് നമ്മളെ പിറകിൽ, അത് അവരുടെ ഡ്യൂട്ടിയാണ്, സേഫ്റ്റി നോക്കണം. അപ്പോൾ നമ്മളിവിടുന്ന് ഇത്രയും ദൂരം പോയിട്ട് നമുക്ക് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയിട്ടോ. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. പക്ഷേ കാപ്പിൽ ബീച്ചിൽ നമുക്ക് സുഖമായിട്ട് വെള്ളത്തിലൊക്കെ ഇറങ്ങാമായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം അവിടെ പോയിരുന്നെങ്കിൽ, വർക്കല ബീച്ചിൽ പോയിട്ട് നമ്മൾ കാപ്പിൽ ബീച്ചിൽ പോയിരുന്നെങ്കിൽ നമുക്ക് അവിടെ കിടന്ന് അർമാദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാൻറ്റൊക്കെ നനഞ്ഞ്, നമ്മൾ ഡ്രസ്സൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറണം, പിന്നെ നെക്സ്റ്റ് സ്ഥലത്തേക്കൊക്കെ പോകണം. അപ്പോൾ അത് ഭയങ്കര പാടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവിടെ വെള്ളത്തിൽ ഇറങ്ങാഞ്ഞത്. അപ്പം വെള്ളത്തിലൊന്നും ഇറങ്ങാൻ സമ്മതിച്ചില്ലായിരുന്നു കേട്ടോ, ഇവിടെ വന്നിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡൊക്കെ ആയിട്ട് ഐസ്ക്രീം എങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് കടൽ കണ്ടതേ ഉള്ളൂ. പിന്നെ കാല് ജസ്റ്റ് നനച്ചു കേട്ടോ, അത് എൻ്റെ വലിയൊരു സമാധാനം. ഭയങ്കരമായിട്ട് വെള്ളത്തിൽ ഇറങ്ങണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോൾ കുറേ ക്ലിപ്സൊക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. നമ്മൾ വീണ്ടും ആദ്യം നമ്മൾ പോകുന്നത് വർക്കല ക്ലിഫിലാണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വർക്കല ബീച്ചിലോട്ട് വന്നു. അവിടെ വന്നപ്പോഴാണ് കേട്ടോ കാല് നനയ്ക്കാൻ പറ്റിയത്. വർക്കല ക്ലിഫിൽ പോയിട്ട് അവിടുത്തെ ബീച്ചിൽ ഇറങ്ങിയപ്പോൾ ഒന്നിനും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് തിരിച്ച് വന്നു. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ചരിച്ച് വെച്ചിട്ടാണല്ലോ ഫോൺ ഷൂട്ട് ചെയ്യേണ്ടത്. അപ്പം ചരിച്ച് വെച്ചിട്ടും നേരെ വെച്ചിട്ടും ക്ലിപ്സൊക്കെ എടുക്കുമ്പോഴത്തേനും അത് ഭയങ്കര ചിലതിനകത്ത് ഷോർട്സിനകത്തുള്ളത് ഇതിലില്ല, ഇതിലുള്ളത് ഷോർട്സിലില്ല, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ബാക്കിയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഷോർട്സും കൂടെ പോയിട്ട് കാണുക കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പറയുന്ന കണക്ക് തന്നെ ഈ ഒരു ചാനലൊരു കുഞ്ഞു ചാനലാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.